നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഗൂഗിൾ ഡ്രൈവ് എന്നൊരു സംഭവമുണ്ട്. ഈ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. പല ആളുകൾക്കും ഇത് അറിയാത്തതായിരിക്കും. എന്നാൽ അറിയുന്ന ആളുകൾ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടേ ഉണ്ടാവില്ല. ഏതാണ് ആ ഫീച്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും നിങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗൂഗിൾ ഡ്രൈവ് മാത്രം മതി ഈ ഒരു കാര്യം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യം കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിന് വേണ്ടി ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്കാൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്കാനർ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഡോക്യുമെൻറ്റും സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കാർഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കാർഡ് ഇവിടെ വെക്കുകയാണ്. അത് കൃത്യമായിട്ട് വെക്കണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റേതായ രൂപത്തിൽ അത് ക്യാപ്ചർ ചെയ്യും. കണ്ടോ, നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്കിത് ലഭിക്കുക. താഴെ ഒരുപാട് ടൂളുകൾ കാണാൻ സാധിക്കും. അതിൽ ഫിൽറ്റേഴ്സ് എന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് ഫിൽറ്ററുകൾ ഉണ്ട്. ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഫിൽറ്ററുകളും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒറിജിനൽ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന അപ്ലൈ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ക്രോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ വേറെയും ഉണ്ട്. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ മറ്റൊരു വശം വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതേ കാർഡിൻ്റെ മറുവശം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ മറുവശം ഞാനിപ്പോൾ വെച്ച് കൊടുക്കുകയാണ്. കൃത്യമായിട്ട് വെച്ച് കൊടുക്കണമെന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്യും. കണ്ടോ, അതിൻ്റെ മറ്റൊരു വശവും കൂടി ഈ ഒറ്റ PDF വന്നു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാം. എല്ലാം ഓക്കെ ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്കാനിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഇവിടെ ചോദിക്കും. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് നൽകും. നമുക്ക് ഏത് രൂപത്തിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്, JPEG അല്ലെങ്കിൽ PDF. ഞാനിപ്പം PDF തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് JPEG ഒരു പിക്ചർ രൂപത്തിൽ നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ PDF തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തൊരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫോൾഡർ ഇതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കാർഡ് ആയതുകൊണ്ട് കാർഡ് എന്ന് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സെലക്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലോഡ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. PDF ആയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ ഈ ഫയൽ അപ്ലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, സംഭവം ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ സെർച്ച് ബാറിൽ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു കാർഡിൻ്റെ അകവും പുറവുമുള്ള ആ ഒരു ഫയൽ ഇവിടെ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കണ്ടോ, വളരെ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഏത് ഡോക്യുമെൻറ്റും PDF ആയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ ഇതുപോലെ സൂക്ഷിക്കാം. ഇനി നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് എ കോപ്പി എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലാണ് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വാട്സാപ്പ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. വാട്സാപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏത് സുഹൃത്തിനാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ സുഹൃത്തിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്തു, സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. PDF ആയിട്ട് നമുക്ക് ഈ ഒരു ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു PDF റീഡർ ഉപയോഗിച്ചിട്ട് ഇത് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലെ ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.